ഡ്രീംഫിൽ ക്രിയേഷന്റെ പുതിയൊരു ജോബ് റിക്രൂട്ട്മെന്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ നല്ല ശമ്പളത്തിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു സുവർണാവസരം വന്നിട്ടുണ്ട്. കൗൺസിൽ ഓഫ് സയൻസ് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ഇപ്പോൾ നമുക്ക് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ അതുപോലെ തന്നെ സെക്ഷൻ ഓഫീസർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗത്തിൽ നിന്നും അപേക്ഷിച്ചു. മിനിമം ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. മൊത്തം വേക്കൻസി വരുന്നത് 444 ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാം. എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം. ഈ ജോലിക്ക് ഓൺലൈനായിട്ട് 2023 ഡിസംബർ 8 മുതൽ 2024 ജനുവരി 12 വരെ അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. 47,600 മുതൽ 1,51,000 വരെയാണ് സാലറി സ്കെയിൽ വരുന്നത്. നമുക്ക് കേരളത്തിലും എക്സാം സെൻറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. വനിതകൾക്ക് ഫീസ് ഇല്ലാതെ ഫ്രീ ആയിട്ട് അപേക്ഷിക്കാം. വനിതകൾ, SC, ST, എക്സ് സർവീസ്മാൻ ഒന്നും ഫീസ് ഇല്ലാതെ ഫ്രീ ആയിട്ട് അപേക്ഷിക്കാം. ഈ ഒരു വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജീൻ്റെ കീഴിൽ കൗൺസിൽ ഓഫ് സയൻസ് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിലേക്കാണ് നമുക്ക് ഇപ്പോൾ വേക്കൻസികൾ വന്നിട്ടുള്ളത്. കമ്പൈൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാമാണ് 2023 ഇതിലേക്ക് നമുക്ക് സെക്ഷൻ ഓഫീസറും അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ 2 പോസ്റ്റിലേക്ക് 444 വേക്കൻസികളാണ് ടോട്ടൽ വന്നിട്ടുള്ളത്. ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഡിസംബർ മാസം 12 തീയതി വരെയാണ്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജനുവരി മാസം 2024 ജനുവരി മാസം 12 തീയതി വരെ നമുക്ക് അപേക്ഷിക്കാം. ഫീസ് കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജനുവരി മാസം 14 തീയതി വരെ നമുക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഓൺലൈൻ വഴി അപേക്ഷിക്കാം. ഫസ്റ്റ് സ്റ്റേജ് എക്സാം വരുന്നത് ഫെബ്രുവരി മാസം തന്നെ ഫസ്റ്റ് സ്റ്റേജ് എക്സാം ഉണ്ടാവും. ബാക്കിയുള്ള കാര്യങ്ങൾ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ നമുക്ക് മെയിൽ വഴി അവർ അറിയിക്കുന്നതാണ്. സെക്ഷൻ ഓഫീസറിലേക്ക് നമുക്ക് ടോട്ടൽ 76 വേക്കൻസികൾ വന്നിട്ടുണ്ട്. ഗ്രൂപ്പ് ബി ഗസറ്റഡ് പോസ്റ്റാണിത്. ഇതിലേക്ക് സാലറി സ്കെയിൽ 47,600 മുതൽ 1,51,100 വരെയാണ് സാലറി സ്കെയിൽ. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ള ആളുകൾക്ക് നമുക്കൊരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. 33 വയസ്സിൽ കൂടാനും പാടില്ല. SC ST ആണെങ്കിൽ 5 വർഷത്തെയും OBC ആണെങ്കിൽ 3 വർഷത്തെയും PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 10 മുതൽ 15 വർഷത്തെയും അപ്പർ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അടുത്തൊരു പോസ്റ്റാണ് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ. ഇതിലേക്ക് നമുക്ക് 368 വേക്കൻസികൾ വന്നിട്ടുണ്ട്. നോൺ ഗസ്റ്റഡ് പോസ്റ്റാണ് വരുന്നത്. സാലറി സ്കെയിൽ 44,900 മുതൽ 1,42,400 വരെയാണ് സാലറി സ്കെയിൽ. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. ഏജ് ലിമിറ്റ് 33 അപ്പർ ഏജ് ലിമിറ്റ് ഉണ്ട് എല്ലാ ആളുകൾക്കും. നമുക്കിതിലേക്ക് സെക്ഷൻ ഓഫീസറിലേക്ക് നമുക്ക് ടോട്ടൽ 76 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. സെക്ഷൻ ഓഫീസർ ജനറലിലേക്ക് 28, സെക്ഷൻ ഓഫീസർ FA&Aയിലേക്ക് 26, സെക്ഷൻ ഓഫീസർ SNPയിലേക്ക് 22 വന്നിട്ടുള്ളത്. നമ്മൾ അപേക്ഷിക്കുമ്പോൾ ഏതിലേക്ക് വേണമെങ്കിൽ നമുക്ക് അപേക്ഷിക്കാം. അതിൻ്റെ SC ST OBC EWS ജനറലൊക്കെ ഓരോ വേക്കൻസികൾ കൊടുത്തിട്ടുണ്ട്, നോക്കുക. അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറിലേക്ക് 368 വേക്കൻസി, ജനറൽ FA&A SNPയിലൊക്കെ ഓരോ വേക്കൻസികൾ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് വേണം നമ്മൾ അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്. ജനറൽ OBC EWS കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 500 രൂപയായിരിക്കും ഫീസ് വരുന്നത്. വുമൺ, SC ST PWD എക്സ് സർവീസ്മാൻ CSIR ഡിപ്പാർട്ട്മെൻറ്റ് കാൻഡിഡേറ്റ്സിനൊന്നും ഫീസ് ഇല്ലാതെ ഫ്രീ ആയിട്ട് അപേക്ഷിക്കാം. ഒന്നും കൂടി പറയാം. വുമൺ, SC ST PWD എക്സ് സർവീസ്മാൻ CSIR ഡിപ്പാർട്ട്മെൻറ്റ് കാൻഡിഡേറ്റ്സിനൊന്നും ഫീസ് ഇല്ലാതെ ഫ്രീ ആയിട്ട് നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. നേരത്തെ പറഞ്ഞ അപ്പർ ഏജ് റിലാക്സേഷൻ ആണ്. SC ST ആണെങ്കിൽ 5, OBC ആണെങ്കിൽ 3, PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 10, PWD കാൻഡിഡേറ്റ്സ് SC ST ആണെങ്കിൽ 15, PWD കാൻഡിഡേറ്റ്സ് OBC ആണെങ്കിൽ 13, എക്സ് സർവീസ്മാൻ CSIR ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ 5. എല്ലാ ആളുകൾക്കും ഉണ്ട്, ജസ്റ്റ് വായിച്ചു നോക്കുക. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ എക്സാം ഡീറ്റെയിൽസ് ആണ്. സ്കീം ഓഫ് എക്സാമും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പേപ്പർ 1ലേക്കാണെങ്കിൽ ജനറൽ അവയർനെസ് ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻസേഷൻ ആണ് വരുന്നത്. 150 മാർക്കാണ്, 2 മണിക്കൂറായിരിക്കും വരിക. പേപ്പർ 2 വരുന്നത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് മെൻ്റൽ എബിലിറ്റി ആണ്. 200 മാർക്കിൽ 2.5 മണിക്കൂറായിരിക്കും വരിക. അടുത്ത പേപ്പർ 3 ആണ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ഡിസ്ക്രിപ്റ്റീവ് പേപ്പറാണ്. നമുക്ക് ഇംഗ്ലീഷ് ഹിന്ദിയോ സെലക്ട് ചെയ്യാം. 150 മാർക്കിന് 2 മണിക്കൂറായിരിക്കും വരിക. ഈ 3 പേപ്പറായിരിക്കും നമുക്ക്
ഫസ്റ്റ് എക്സാമിന് ഉണ്ടാവുന്നത്. പിന്നെ നമുക്ക് സെക്കൻഡ് ഫേസിൽ വരുന്ന ഇൻ്റർവ്യൂവും CPT ആയിരിക്കും ഉണ്ടാവുക. ഇൻ്റർവ്യൂ വരുന്നത് 100 മാർക്കിനായിരിക്കും. സെക്ഷൻ ഓഫീസർ പോസ്റ്റിലേക്ക് മാത്രമായിരിക്കും ഇൻ്റർവ്യൂ വരുന്നത്. പിന്നെ നമുക്ക് കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റ് വരുന്നത് 100 മാർക്കിനായിരിക്കും. അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ പോസ്റ്റിലേക്ക് മാത്രമായിരിക്കും CPT ഉണ്ടാവുക. സെക്ഷൻ ഓഫീസറിലേക്ക് മാത്രമായിരിക്കും ഇൻ്റർവ്യൂ ഉണ്ടാവുക. പേപ്പർ 1 എല്ലാവർക്കും കോമൺ പേപ്പർ ആയിരിക്കും. അതുപോലെ തന്നെ ഡീറ്റെയിൽ സിലബസും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് വായിച്ചു നോക്കുക. എക്സാമിനേഷൻ സെൻറ്റർ വരുന്നത് കേരളത്തിൽ നമുക്ക് തിരുവനന്തപുരത്താണ് ഫസ്റ്റ് ഫേസ് 1 എക്സാമിൻ്റെ എക്സാമിനേഷൻ സെൻറ്റർ വരുന്നത്. പിന്നെ നമുക്കിവിടെ ചെന്നൈ വരുന്നുണ്ട്, അതുപോലെ തന്നെ ബാംഗ്ലൂരും നമുക്ക് എക്സാമിനേഷൻ സെൻറ്റർ വരുന്നുണ്ട്. ഫേസ് 2 എക്സാമിനേഷൻ നമുക്ക് കേരളത്തിലില്ല, ബാംഗ്ലൂർ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചെന്നൈ ആണ് ഫേസ് 2 എക്സാമിനേഷൻ സെൻറ്റർ വരുന്നത്. മറ്റ് ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ജസ്റ്റ് വായിച്ചു നോക്കുക. അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കയറിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ കയറി കഴിഞ്ഞാൽ അപ്ലൈ നാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഡയറക്റ്റിലേക്ക് പേജിലേക്ക് പോകുന്നതാണ്. അങ്ങനെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് മറക്കാതിരിക്കുക. ജനുവരി മാസം 12-ാം തീയതി വരെ നമുക്ക് അപേക്ഷിക്കാം. ഫീസ് അടയ്ക്കേണ്ടത് ജനുവരി മാസം 14-ാം തീയതി വരെയാണ്. ഡിഗ്രി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ആളുകൾ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിലുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബി സേഫ്, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.